Hey, hello, welcome back to the movie review of Karപ്പ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ആക്ഷൻ ഡ്രാമ ഫാൻറ്റസി ത്രില്ലർ മൂവിയാണ്. വലിയ ലോജിക്കൊന്നുമില്ലാത്ത സിനിമയാണ്. അത് ഈ മൂവിയുടെ തുടക്കത്തിൽ തന്നെ മനസ്സിലാവും. സൂര്യ ദൈവമായിട്ടാണ് ഈ മൂവിയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് വലിയ ലോജിക്കൊന്നുമില്ലാതെ കാണാനുള്ള മൂവിയാണ് തുടക്കത്തിൽ തന്നെ മനസ്സിലാവും. ലോജിക്കില്ലാത്തത് നമുക്കൊരു പ്രശ്നമല്ല. ലോജിക്കില്ലാത്ത മൂവീസ് ആയാലും നമ്മളെ എൻ്റർടൈൻ ചെയ്യിച്ചാൽ മതി. അതിനാണല്ലോ നമ്മൾ സിനിമ കാണുന്നത്. നമ്മൾ എൻ്റർടൈൻ ആയാൽ മതി. അപ്പോൾ ലോജിക്കില്ലാത്ത മൂവീസും എൻജോയ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ലോജിക്ക് നോക്കണ്ട, ഓക്കെ ഫാൻറ്റസി മൂവി ആണല്ലോ, ഫാൻറ്റസി മൂവി ആകുമ്പോൾ അമാനുഷികമായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ദൈവത്തിൻ്റെ സ്റ്റോറി പോലെയൊക്കെ ആയതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ അത് നമുക്ക് തുടക്കത്തിൽ തന്നെ മനസ്സിലാവും, ഓക്കെ ലോജിക്കില്ല. അപ്പോൾ കാണാം. നമ്മൾ ലോജിക്കില്ലാത്ത എത്രയോ മൂവീസ് കണ്ടിരിക്കണു, അതൊക്കെ ഹിറ്റായിരിക്കണം. നമ്മുടെ അല്ലു അർജുൻ്റെ ലക്കി ദ റൈസറൊക്കെ എനിക്ക് ഇഷ്ടമുള്ള മൂവിയാണ്. വലിയ ലോജിക്കൊന്നുമില്ല, നല്ല മൂവിയാണ്, നമ്മൾ എൻ്റർടൈൻ ചെയ്യിക്കും, നല്ല നമുക്ക് നേരം പോക്കാണ് കണ്ടിരിക്കുക. അപ്പോൾ ലോജിക്കില്ലെങ്കിലും കുഴപ്പമില്ല, ഓക്കെ കാണാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ കണ്ടു തുടങ്ങി. കണ്ടങ്ങനെ ഇൻ്റർവെൽ ആയപ്പോൾ തന്നെ മൂവി മടുത്ത്. ഇൻ്റർവെല് കഴിയുമ്പോൾ തന്നെ എങ്ങനെയെങ്കിലൊക്കെ ഇനി മൂവി തീർന്നാൽ മതി എന്ന് തോന്നും ഇൻ്റർവെൽ ആകുമ്പോഴേക്കും. പിന്നെയും ഇൻ്റർവെല്ലിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ദ്രൻസിൻ്റെ ആക്ടിങ്ങാണ്. ഇന്ദ്രൻസ് ഇൻ്റർവെല്ലിന് തൊട്ട് മുന്നേ ആളുടെ മകൾ മരിക്കുമ്പോഴുള്ളൊരു സീനുണ്ട്. ആ സീനിൽ ആളുടെ ആക്ടിങ് ഉണ്ട്. ആ ഒരു വിഷമം സഹിക്കാൻ പറ്റാതെ ഒരു കോടതിയിലുള്ള ഒരു സീനാണ്. അത് അടിപൊളിയായിരുന്നു. അതിൽ എടുത്തു വരേണ്ടത് അതാണ്. പിന്നെ സൂര്യയുടെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നത്. ആളുടെ ചെറിയ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, സോങ് ഉണ്ട്. ആളുടെ ഫൈറ്റ് ഫസ്റ്റ് ഹാഫിൽ അധികം വലിയ ഫൈറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. സൂര്യയുടെ ആക്ടിങ് ഒക്കെ നന്നായിരുന്നു ഈ മൂവിയിൽ. പിന്നെ സായി മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, സ്കോർ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് സായിയാണ്. അതും കൊള്ളായിരുന്നു. മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കിട്ടില്ലായിരുന്നു. ഇതൊക്കെയാണ് ഈ മൂവിയിൽ എടുത്തു പറയേണ്ടത്. ഇതൊക്കെയാണ് നമ്മളെ ഒന്ന് പിടിച്ചിരുത്തുക, തിയേറ്റർ എക്സ്പീരിയൻസ് തരണത്. പിന്നെ ഈ മൂവിയിലെ സിനിമാറ്റോഗ്രഫിയും എടുത്തു വെച്ചിരിക്കുന്നതും ക്യാമറയും എഡിറ്റിങ്ങും ഒക്കെ കിട്ടിലാണ്. എല്ലാം അടിപൊളിയായിട്ട് തന്നെയാണ് പോണത്. ഇൻ്റർവെല്ല് വരെ എങ്ങനെയൊക്കെയോ മൂവി കണ്ടു തീർത്ത് അത് കഴിഞ്ഞ് ഓക്കെ ഇൻ്റർവെല്ല് വളരെ സിമ്പിളായിട്ട് പോയി. ഓക്കെ സെക്കൻഡ് ഹാഫ് എന്തെങ്കിലും സംഭവം കാണും എന്ന് വെച്ചിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് കടന്നു. സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ തുടക്കം കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് തുടക്കത്തിൽ നല്ല വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് ഫൈറ്റൊക്കെ വരുന്നുണ്ട്. സൂര്യയുടെ നല്ല മാസ് സീനും മാസ് ഡയലോഗും അടിപൊളി സീനൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ആലോചിക്കണം, ഈ മൂവിയിൽ ദൈവമുണ്ട്. അപ്പോൾ ദൈവത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അപ്പോൾ ഈ 24 പോലെ ആൾക്കാരൊക്കെ സ്റ്റക്കാക്കി നിർത്തണ പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ സിംഗം വരുന്നുണ്ട്, അതേപോലെ തന്നെ ലിയോ. അങ്ങനെ കുറേ മൂവീസിൻ്റെ സീക്വൻസ് ഒക്കെ എടുത്തിട്ടിട്ട് മൂവി അങ്ങനെ മൊത്തത്തിൽ വെറുപ്പിക്കായിരുന്നു സെക്കൻഡ് ഹാഫ്. അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് ഉള്ള കാര്യം പറയാം. മൂവിയുടെ ക്ലൈമാക്സ് എന്തോ ഒരു ക്ലൈമാക്സ് വേറെ ഏതോ ഒരു സിനിമ കാണുന്ന പോലെയാണ്. ക്ലൈമാക്സിൽ ഒരു സീനുണ്ട്, ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ പോലെയാണ് ജസ്റ്റ് കാണിക്കുന്നത്, ഒരു മന്ത്രിസഭയിലെ സീൻ. അപ്പോൾ മരിച്ചുപോയ വില്ലനൊക്കെ വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താന്ന് നമ്മൾ വിചാരിക്കും. ഇനി ഇതിന് സെക്കൻഡ് പാർട്ടും കൂടി ഉണ്ടെന്ന്, അതാണ് സഹിക്കാൻ പറ്റാത്തത്. ഈ ഫസ്റ്റ് പാർട്ട് തന്നെ എങ്ങനെ തീർക്കാൻ പറ്റിയെന്ന് നമുക്കറിയാം. പിന്നെ കുറേ പേര് ഈ മൂവി സൂര്യയുടെ കംബാക്ക് മൂവിയാന്നൊക്കെ പറയുന്നുണ്ട്. എന്തുദ്ദേശത്തിലാണ് ഇത് പറയണമെന്നൊന്നും മനസ്സിലാവണില്ല. സൂര്യയുടെ കംബാക്ക് മൂവി എന്നൊക്കെ പറയുമ്പോൾ ഒരു റോളക്സ് ലെവലെങ്കിലും വരണം. അവസാനമായിട്ട് വിക്രമിലെ റോളക്സിലാണ് സൂര്യയുടെ ഒരു പീക്ക് ഞാൻ കണ്ടിരിക്കുന്നത്. അത് കിട്ടില്ലായിരുന്നു. സൂര്യ നല്ലൊരു ആക്ടർ തന്നെയാണ്, നല്ല പെർഫോമർ തന്നെയാണ്. അത് നല്ലൊരു ഡയറക്ടറിൻ്റെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ, നല്ല പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യ അടിപൊളിയാണ്, അടിപൊളി ആക്ടറാണ്. നല്ല ഫൈറ്റ് ആയാലും മാസായാലും ഒക്കെ നല്ലപോലെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ആക്ടറാണ്. ആൾക്ക് നല്ലൊരു ഡയറക്ടർ, നല്ലൊരു സ്റ്റോറി, നല്ലൊരു മൂവിയിലേക്ക് ആൾക്ക് കിട്ടാച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് കംബാക്ക് സിമ്പിളായിട്ട് അടിക്കാവുന്നുള്ളൂ. പക്ഷേ ഇതൊരു കംബാക്ക് മൂവിയായിട്ട് എനിക്ക് തോന്നിയില്ല പേഴ്സണലി. ഈ മൂവിയിൽ സൂര്യ ഒരു വക്കീലായിട്ടാണ് വരുന്നത്. വക്കീലായിട്ട് സൂര്യയുടെ മുന്നൊരു മൂവി ഞാൻ കണ്ടിട്ടുണ്ട്, ജയ് ഭീം. അത് ഇതിലും ബെറ്റർ ആയിരുന്നു. അത് കിടിലം മൂവി ആയിരുന്നു. അതിൽ വലിയ ഫൈറ്റോ മാസോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അത് കിടിലം മൂവി ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ് ജയ് ഭീം എന്ന് പറയുന്നത്. വലിയ പ്രതീക്ഷയില്ലാത്ത മൂവി ഞാൻ കണ്ടത്, പക്ഷെ അത്ര കിടിലം മൂവി ആയിരുന്നു. പിന്നെ ഫാൻസുകാർക്കൊക്കെ ഇഷ്ടപ്പെടാനുള്ള ഒരു പരിപാടി പോലെ മൂവി ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നിയത്. കുറേ മുന്നത്തെ മൂവീസിലെ സീക്വൻസും കാര്യങ്ങളൊക്കെ റെഫറൻസൊക്കെ ഈ മൂവിയിൽ കൊണ്ടുവന്നിട്ട് ഫാൻസുകാർക്കൊക്കെ തിയേറ്ററിൽ ആഘോഷമാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു മസാല പടം എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നു. കുറച്ച് ഫാൻറ്റസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ദൈവത്തിനെ കൊണ്ട് തന്നെ ഉണ്ട്. കറുപ്പസ്വാമി എന്ന് പറയുന്നത് ദൈവം, നല്ല ശക്തിയുള്ള ദൈവമാണ് തമിഴ്നാട്ടിലൊക്കെ. അപ്പം ആ ഒരു ദൈവത്തിൻ്റെതായ കാര്യങ്ങളും ദൈവത്തിന് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. RJ ബാലാജി എന്തിനീ പരിപാടി കാണിച്ചത്? ആ കോടതി വക്കീല്, ആ സ്റ്റോറി ലൈൻ ഓക്കെ അതങ്ങനെ പൊക്കോട്ടെ. പക്ഷെ അത് കൊണ്ടുപോയിട്ട് നശിപ്പിച്ച് കളഞ്ഞ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നല്ലൊരു സ്റ്റോറിക്കുള്ള പരിപാടി ഉണ്ടായിരുന്നു. നല്ല മ്യൂസീഷ്യൻസ് ഉണ്ട്, നല്ല ആക്ടേഴ്സ് ഉണ്ട്, നല്ല ക്യാമറ വർക്ക് ഒക്കെ അടിപൊളിയായിരുന്നു. ആ സ്റ്റോറി കൊണ്ടുപോയിട്ട്
നശിപ്പിച്ച് കളഞ്ഞ്. സൂര്യ എന്ന ആക്ടറിൽ നിന്നും നല്ല മൂവീസ് പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കുറച്ചും കൂടി നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള നല്ല മൂവീസ് വരുന്ന പ്രതീക്ഷിക്കണം. അപ്പോൾ എന്തായാലും അടുത്തൊരു മൂവി റിവ്യൂ ആയിട്ട് കാണാം കേട്ടോ. ബൈ.